ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ പാറുവാണ്. ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് തേടാണ്. തേട് വറുത്തരച്ച് എങ്ങനെ തേട് കറി ഉണ്ടാക്കാം എന്നതിനെ പറ്റി നമുക്ക് നോക്കാം. അത് ചിലർ തേട് മുളകും മല്ലിയൊക്കെ ഇട്ട് നമ്മൾ ഈ ചിക്കൻ കറിയൊക്കെ വെക്കത്തില്ലേ, അതുപോലെ മസാലയൊക്കെ ഇട്ടിട്ട് വെക്കുന്നവരുണ്ട്. ഇപ്പം ഞങ്ങൾ വെക്കുന്നത് വറുത്തരച്ചാണ് വെക്കുന്നത്, തേങ്ങ വറുത്തരച്ചാണ് വെക്കുന്നത്. അപ്പം തേങ്ങ വറുത്തരച്ച് എങ്ങനെ തേട് കറി ഉണ്ടാക്കാം എന്നതിനെ പറ്റി നമുക്ക് നോക്കാം. ഇത് തേട് മീനാണ്. ഇത് ചെറുതാണ്. നമുക്ക് അവിടെ ഇത്രയും ചെറിയ മീനില്ല തേടിൻ്റെ ഒന്നും. അവിടെ നമ്മൾ ഏട്ടയെന്നാണ് ഇതിന് പറയുന്നത്. ഇത് നമുക്കിന്ന് വറുത്തരച്ച് കറി വെക്കാം. തേട് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചെറിയ തേടാണ്, ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയും ഒരു 15 ചുമന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഒരു 5 പച്ചമുളകും കൂടെ കീറി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 കഷ്ണം പുളി, അത് 5 കഷ്ണം 4 കഷ്ണം ഇട്ട് നോക്കാം, പിന്നെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇവിടെ ഒരു മുറി തേങ്ങ തിരുമിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരു ചുമന്നുള്ളി കൂടെ അരിഞ്ഞിട്ടായിരുന്നു നമ്മൾ ഇതിലേക്ക്. എന്നിട്ട് തീയലിന് നമ്മൾ വറക്കത്തില്ലേ, തേങ്ങ വറക്കുന്ന അതിനെക്കാട്ടിലും കുറച്ചും കൂടെ ബ്രൗൺ നിറം ആവണം നമുക്ക് മീനിന്. തീയലിന് ഒരു ലൈറ്റ് ബ്രൗൺ കഴിഞ്ഞ ഒരു ഡാർക്ക് ബ്രൗണിലേക്ക് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇത് പക്ഷേ അങ്ങനെയല്ല, നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഡാർക്ക് ആവണം, എങ്കിലേ മീൻകറിക്ക് നല്ലൊരു കളറും കിട്ടത്തുള്ളൂ, പിന്നെ അതുപോലെ ടേസ്റ്റ്. ഇത് നല്ലൊരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ മുളക് പൊടി 3 സ്പൂൺ, മുളക് പൊടി 3 ടീസ്പൂണ്. കാശ്മീരി ചില്ലി പൗഡറാണ്, മറ്റേതാണെങ്കിൽ കുറച്ചുകൂടെ കുറവ് മതി, എരിവ് കൂടുതലായിരിക്കും. അപ്പം 3 സ്പൂൺ ഇട്ട്, എന്നിട്ട് മല്ലിപ്പൊടി ഒരു 1.5 സ്പൂൺ, 1.5 ടീസ്പൂൺ. അതിൻ്റെ ഇരട്ടി നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മീൻ കറി ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നമ്മളിത് അങ്ങോട്ട് ഒന്ന് നല്ലതുപോലെ ഈ തേങ്ങയും ഇതും എല്ലാം കൂടെ ഇതൊന്ന് ചൂടായി ഇതുമായിട്ടൊന്ന് മിക്സായി വരണം. ഈ പരുവത്തിൽ മൂത്ത് വരണം. നല്ലോണം തേങ്ങയെല്ലാം വറുത്ത് കിട്ടിയിട്ടുണ്ട്. തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഈ ഒരു കളറിലെത്തണം. അപ്പം നമുക്കിതങ്ങോട്ട് ഒന്ന് തണുക്കാനായിട്ടും മാറ്റി വെക്കാം. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് അരച്ചെടുക്കാവേ. അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കും. ഉലുവ ഇനി ഒന്ന് തട്ടി വരട്ടെ. അതായത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുമന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വെക്കുന്നതിന്, അതായത് വറുത്തരിച്ച് വെക്കുന്നതിന് അകത്ത് നമ്മൾ വെളുത്തുള്ളി ഇടത്തില്ല. മറ്റേ നമ്മൾ മുളക് കറി വെക്കത്തില്ല, ഈ മുളക് കറി വെക്കുമ്പം നമ്മൾ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ വഴറ്റിയല്ലേ എടുക്കുന്നത്. അപ്പം ഇവിടെ ഇഞ്ചി പച്ചമുളകും കൂടെ. അപ്പം പക്ഷേ ഇവിടെ ബാക്കിയെല്ലാം ഇടും, പക്ഷെ നമ്മൾ വെളുത്തുള്ളി ഇടത്തില്ല വറുത്തരച്ച് വെക്കുന്നതിന്. നമ്മൾ വറുത്തരച്ച അരപ്പൊഴിച്ച്, എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളവും കൂടെ, മീൻ വേകേണ്ട പാകത്തിന് കുറച്ച് വെള്ളം കൂടെ വെച്ച് കൊടുത്തിട്ട് അത്
വറുത്തരയ്ക്കുമ്പോൾ എപ്പോഴും വെള്ളം ഒഴിക്കാതെ വേണം അരയ്ക്കാൻ. എന്നിട്ട് പിന്നീട് നമുക്ക് ആ ജാറ് കഴുകി വെള്ളം അതിലോട്ട് ഒഴിക്കാം. അരയ്ക്കാൻ നേരത്ത് വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കി ഇടാം. തിള വന്നിട്ടുണ്ട്. നമ്മൾ ഇനി മീൻ കഷ്ണങ്ങൾ പെറുക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന പുളി കീറി ഇട്ടിട്ട് കറിവേപ്പില ഇടാം. എന്നിട്ട് ഉപ്പിടാം. ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റി വെച്ച് കൊടുക്കാം. നമുക്ക് ചുറ്റിയിട്ട് അടച്ച് വെക്കാം. ഇതിനി ഒരു 20 മിനിറ്റ് നേരം കുക്കാവണം. അപ്പോഴത്തേക്ക് മീൻ നല്ലതായിട്ട് വെന്ത്. നമുക്കിത് വെന്തോ നോക്കാം. ഇത് മീൻകറി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഉപ്പും പുളിയും നോക്കട്ടെ ആദ്യം. എല്ലാം പാകത്തിനുണ്ട്. ഉപ്പും പുളിയെല്ലാം എല്ലാം പാകത്തിനുണ്ട്. നമുക്കിനി ഇതൊന്ന് ചുറ്റി ഉണ്ടാക്കാം. ഇത് ഈ ഒരു കൺസിസ്റ്റൻസി വേണേ. കണ്ടോ, ഇങ്ങനെ നല്ലൊരു തിക്കായിട്ടുള്ള ഗ്രേവിയും എല്ലാം നല്ല നല്ല ടേസ്റ്റും കറക്റ്റ് പാകം എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വറുത്തരച്ച് മീൻകറി വെക്കാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഉള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ടേക്കണം. അപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ബൈ.